കാക്കോ, നിങ്ങൾ ഇവിടെ അങ്ങനെ മുടിയും ചെയ്യുന്നോ? ഓല് കണ്ടോ, മാസം ട്രിപ്പും പോവും, അടിച്ചുപൊളി ജീവിതവും. എന്നിട്ടൊരു ഗതികേടേ. അളിയാ, നിങ്ങളെ രണ്ടാളെയും കൊണ്ടേ എനിക്കൊരു തൊയ്രല്ല. ഒരുത്തിയാണെങ്കിൽ ഇവിടെ സമാധാനം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ മാസം ട്രിപ്പ് പോവാൻ നിങ്ങൾക്ക് ഇത് എവിടെ പൈസ? ആരുടെ പൈസ? നിന്റെ പൈസ ഒക്കെ ഒന്നല്ല, ഓള് പൈസ ഉണ്ടാക്കണു എന്നെ കൊണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇൻഫ്ലുവൻസർമാര് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അവരാണ് ഏറിനകത്ത്. അപ്പൊ മെയിനായിട്ടും ഈ നമ്മുടെ ബെറ്റിംഗ് ആപ്പുകള്, റമ്മി, അതേപോലെ ഈ കാശ് പോകുന്ന ഇടപാട് ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതലും ഏറിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിനകത്ത് തന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വിഷയമാണ്. അതായത് ഈ ബെറ്റിങ്ങും ഇത് മാത്രമല്ല, ഇപ്പൊ ഈ മണി ചെയിൻ പോലത്തെ പരിപാടികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പല അക്കൗണ്ടുകളെ നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റഗ്രാമിനകത്ത് തന്നെ. അപ്പൊ ഇവരുടെയൊക്കെ പണിയെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതായത് ഇപ്പോഴും ഇതൊക്കെ ഇടയിൽ കൂടെ, അതായത് ഒളിച്ച് ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പലരും പേടിച്ച് ഇപ്പോഴും പോയിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു സംഭവം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ച് വീഡിയോകളൊക്കെ കണ്ടുവെക്കാം. ഇതേപോലെ ഇടുന്ന പല അക്കൗണ്ടുകളാണ്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ നമുക്ക് ഉമ്മയും മോനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്നും കണ്ടുവെക്കാം. കാക്കോ, നിങ്ങൾ ഇവിടെ അങ്ങനെ മുടിയും ചെയ്യുന്നോ? ഓല് കണ്ടോ, മാസം ട്രിപ്പും പോവും, അടിച്ചുപൊളി ജീവിതവും. എന്നിട്ടൊരു ഗതികേടേ. അവരൊക്കെ അവര് ആ പറഞ്ഞതിനകത്ത് കാര്യമില്ല. കാര്യം അപ്പുറത്തെ വീട്ടിനകത്ത് അവര് ട്രിപ്പ് പോകുമ്പോഴും അല്ലെങ്കിൽ അവര് ടൂർ പോകുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊക്കെ അറിഞ്ഞും കണ്ടൊക്കെ ചെയ്യണ്ടേ എന്റെ പൊന്നി. നിങ്ങളൊക്കെ എന്ത് കെട്ടിയവനാണ്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെ ഇതേപോലെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാൻ അറിഞ്ഞു തുടങ്ങി നിങ്ങൾ ഈ പണിക്ക് നിൽക്കാണ്ടിരിക്കുക, നിങ്ങൾ കല്യാണം കഴിക്കാണ്ടിരിക്കാന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ അവർ അപ്പുറത്തെ വീട്ടിനകത്ത് അവര് ട്രിപ്പ് പോകുന്നതും കണ്ടിട്ടിരിക്കും. അളിയാ, നിങ്ങളെ രണ്ടാളെയും കൊണ്ടേ എനിക്കൊരു തൊയ്രല്ല. ഒരുത്തിയാണെങ്കിൽ ഇവിടെ സമാധാനം തരുന്നില്ല. അല്ല, നിങ്ങൾ ഈ മാസം ട്രിപ്പ് പോവാൻ നിങ്ങൾക്ക് ഇത് എവിടെ പൈസ? ആരുടെ പൈസ? നിന്റെ പൈസ ഒക്കെ ഒന്നല്ല, ഓള് പൈസ ഉണ്ടാക്കണു എന്നെ കൊണ്ടുപോകുന്നു. താത്താന്റെ പൈസക്ക് അതെങ്ങനെ? അതെ, അവള് വീട്ടിലിരുന്ന് ഓൺലൈനിലായിട്ട് ഫോർ എവർ ലിവിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ മന്ത്ലി നല്ലൊരു പൈസ ഉണ്ടാക്കിട്ട്. ഇത് പറയാനായിരുന്നു അപ്പുറത്തെ വീട്ടിൽ പോകുന്ന ഒരവസ്ഥ വരെ വന്നത്. അപ്പൊ കൊള്ളാം എന്തായാലും. അപ്പൊ നിങ്ങൾ ഇതേപോലെ വീട്ടിനകത്ത് ഇരുന്നിട്ട് ഒരു പ്രൊമോഷൻ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടി ഇതേപോലത്തെ കാശ്. അപ്പൊ അതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതേപോലെയുള്ള സംഭവത്തിനകത്ത് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമുക്കും കിട്ടും. ഈ വഴി കോടികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രിപ്പ് പോയി മലേഷ്യ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ നമുക്ക് ട്രിപ്പ് പോകാനായിട്ടുള്ള കാശൊക്കെ ഇതിനകത്ത് ചേർന്നാൽ കിട്ടുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കിട്ടും. അപ്പൊ ബാക്കിയാണ്. അത് മാത്രമല്ല, നമ്മൾ നല്ല രീതിക്ക് ജോലിയാണെങ്കിലേ മന്ത്ലി നല്ലൊരു ഇൻകവും കാർ പ്ലാൻ അച്ചീവും ഷെയർമാൻ ബോണസും ഉണ്ട്. അല്ലളിയാ, ഈ കമ്പനിക്ക് വിശ്വസിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത്? 100% വിശ്വസിക്കുക. കാരണം 170 രാജ്യമായിട്ട് വ്യാപിച്ച് 47 വർഷമായിട്ട് വിജയകരമായിട്ട് പോകുന്ന പിന്നെ അല്ല, വിശ്വസിക്കാവോന്നു? അത് എന്ത് ചോദ്യമാണ്? ഞങ്ങളത് എടുത്തു നോക്കിയാലല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല്ലയോ എന്ന്. ഞങ്ങളത് എടുത്തു നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും എടുത്തു നോക്കണം. എടുത്തു നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ കാശ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കാശ് പോകുന്നു. ഇനി കാശ് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം കാശ് പോകില്ല എന്ന്. അപ്പൊ ഞങ്ങൾ എന്തായാലും എടുത്തു പോകില്ല. കാര്യം ഞങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശ് അങ്ങനെ പോയാലോ? ഞങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാൻ മാത്രമല്ലേ അറിയുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കളഞ്ഞിട്ടുള്ള ശീലമൊന്നും ഇല്ല. മേടിച്ച് മാത്രമേ ശീലമുള്ളൂ, കൊടുത്ത് ശീലമില്ല, കളഞ്ഞും ശീലമില്ല. നിങ്ങൾ കളയൂ, നിങ്ങളുടെ കാശൊക്കെ കളയാനുള്ളതാ, നമ്മുടെ കാശൊന്നും കളയൂല എന്നുള്ള ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നത്. അപ്പൊ അടുത്ത് കാണാം. നിങ്ങൾ ഈ മാസം ടൂറൊക്കെ പോണത് എങ്ങോട്ടാ? എടാ, അതൊക്കെ ഇതിൽ പെട്ടാണ്. 2 ഇന്റർനാഷണൽ ട്രിപ്പും 3 നാഷണൽ ട്രിപ്പും അത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതാണല്ലേ കാര്യം. അതെ, ഇവിടെ ഇങ്ങനെ പാത്രം കഴുകി കിടന്നോ? അവിടെ പൈസ ഉണ്ടാക്കണത് അളിയനല്ല, ഇത്താത്ത അവിടെ പൈസ ഉണ്ടാക്കി ഒരു കറങ്ങാൻ അടിച്ചു കൊടുക്കണം. നല്ല കാലം ഇനി തന്നെ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനത്തെ പണി എന്തെങ്കിലും നോക്കും. അപ്പൊ നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലെ മന്ത്ലി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുക, നിങ്ങൾ ട്രിപ്പുകൾ അടിച്ചു പൊളിക്കുക. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കൊണ്ടാകും. കയ്യിൽ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശ് കയ്യിൽ വെച്ചിട്ടിരുന്നാൽ അതവിടെ ഇരിക്കും. അല്ലാണ്ട് നിങ്ങൾ ഇതേപോലത്തെ സാധനത്തിനകത്തേക്ക് പോയിട്ട് വല്ല കാശ് ഇടാനായിട്ടൊക്കെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഇട്ട് പിന്നെ അത് അതായത് നമ്മളിപ്പോൾ കിണറ്റി കൊണ്ടേ കാശ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കാശ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പോടെ നല്ലല്ല നമ്മൾ കിണറ്റി കൊണ്ടുവന്ന് കാശ് ഇടുന്നത്. അതേപോലെ നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവന്നിട്ടോളാം ആ കാര്യം. അല്ലാണ്ട് നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം അടക്കം പോയി കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വേറൊന്നും കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. പിന്നെ കുറെ പേർക്കൊക്കെ കിട്ടുന്നവരുണ്ടാവും. കാര്യം ആദ്യം ഇവരെപ്പോഴും നമുക്ക് ഇങ്ങനെ ലാഭം തന്നുകൊണ്ടിരിക്കും. ലാഭം തരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും കൊള്ളാല പരിപാടി, അടിപൊളി പരിപാടിയാന്ന് വിചാരിച്ച് നമ്മൾ പിന്നെയും കാശ് ഇട്ടിട്ടിരിക്കും. ഇട്ട് ഒരു ടൈം എത്തുമ്പോഴത്തേക്കും പിന്നെ ഇവരുടെ പൊടി പോലും ഉണ്ടാവൂല. ഇവർ നമ്മുടെ കാശും കൊണ്ട് മുങ്ങും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവര് 100% ഉറപ്പെന്നൊക്കെ പറഞ്ഞാല് പിന്നെ ഇവര് തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തും കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബാക്കിയാണ്. ഹലോ ദിൽഷാക്ക, പിന്നെ എൻ്റെ ഒരു കസിൻ എന്നോട് കഴിഞ്ഞ മാസം റീചാർജ് ചെയ്യാൻ പറഞ്ഞു.
അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം റീചാർജ് ചെയ്ത് കൊടുത്ത്. അപ്പൊ ഈ മാസം റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെലവാക്കാനുള്ളത്, അല്ലാണ്ട് കണ്ടവന് റീചാർജ് ചെയ്ത് കൊടുക്കാനുള്ളതല്ല. കുറെ എണ്ണം വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് കേട്ടോ, ഒരു 20 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരും, 19 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരും എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ വല്ല പണിക്കും പോയിട്ട് റീചാർജ് ചെയ്തുകൂടെ എന്നാണ് എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്. അത് ഇങ്ങനെ വന്നിട്ട് വെറുതെ നമ്മളോട് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കാം, അല്ലാണ്ട് നിനക്കൊക്കെ റീചാർജ് ചെയ്ത് തരാനുള്ളതല്ല എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കാര്യം നമ്മൾ അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധത്തിനകത്ത് ഇരിക്കുമ്പോൾ പിന്നെ ഇവന്മാർ ചിലപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ 2000 അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കണമെങ്കിൽ നമുക്ക് പറയാടാ എൻ്റെ കാശില്ലടാ എന്ന് പറയാം. പക്ഷെ ഈ 19 രൂപയും അല്ലെങ്കിൽ 20 രൂപയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഇവന്മാർ 19 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ തന്നെ ഒരു 10-15 രൂപകളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് തിരിച്ചു വയ്ക്കാനായിട്ടുള്ള വകുപ്പില്ല. അപ്പൊ അത് ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ വിഷയത്തിൽ നിന്ന് എണ്ണി മാറിപ്പോയി. അപ്പൊ ഇത്തേനോട് ആരോ റീചാർജ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തൊക്കെ എവിടെ നിന്ന് കാശ് കിട്ടും നമുക്ക് ഭയങ്കര പാവപ്പെട്ടല്ലോ, ഡിവോഴ്സും ആണ്. ഞാൻ ചോദിച്ചപ്പോ തിരക്കില്ലേനോ. പിന്നെ അതല്ല, റീചാർജ് ഇപ്പോ ഈ മാസം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പാവപ്പെട്ടവരല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ നിങ്ങളാണ് ചീത്തേക്കണത്, നിങ്ങളാണ് ഈ പറഞ്ഞ ഇതേപോലുള്ള ആൾക്കാരെ റീചാർജ് ചെയ്ത് തരുമോന്ന് ചോദിക്കുമ്പോൾ തന്നെ തരൂല എന്ന് പറയണം. അല്ലാണ്ട് നിങ്ങളപ്പം അതിനകത്ത് വേറെ വഴി കണ്ണി കണ്ട മറ്റേ പ്രൊമോഷൻ ചെയ്തിട്ട് അതുവഴി കാശുണ്ടാക്കി റീചാർജ് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ വിഷയമൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നാട്ടുകാരുടെ കാശ് പോകും, നാട്ടുകാരുടെ കാശ് പോയിട്ട് നാട്ടുകാർ നിങ്ങളുടെ തന്തയ്ക്ക് വന്ന് വിളിക്കും. അപ്പം അതിനുള്ള ഗതിയൊക്കെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞുകൂടെ റീചാർജ് ചെയ്ത് തരാൻ പറ്റൂല, എനിക്ക് റീചാർജ് ചെയ്ത് തരാൻ കാശില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങളത് ചെയ്യാണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ നിൽക്കണേ, അതിന് സൊല്യൂഷൻ കേൾക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് വല്ല ജോലി നോക്കിക്കൂടെ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഏൺ വിത്ത് ഹർഷീന എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലാ, ഏൺ വിത്ത് ഹർഷീന. കാരണം അവര് പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി, ഫോണിലൊക്കെ ഉപയോഗിക്കാൻ അതെ, അവർക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഇടയ്ക്കൊക്കെ ഞങ്ങളെ പോലെ ഇതേപോലെ ഒരു ഉടായ്പരാതൊക്കെ ചാടി ലക്ഷങ്ങളും അല്ലെങ്കിൽ കോടികളൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം പോയിട്ടൊരു കയറെടുത്തിട്ട് ഒരു അങ്ങനെയൊക്കെ അവർക്ക് ജീവിക്കണ്ടേ. അല്ലാണ്ട് അവർക്ക് ഇങ്ങനെ തട്ടി മുട്ടി കണ്ടവൻ്റെ അടുത്ത് റീചാർജ് ചെയ്താൽ പറഞ്ഞിട്ടൊക്കെ പോയാൽ മതിയാ. ഇതേപോലെയൊക്കെ ചെയ്യണം. ഇപ്പൊ അവർ പറഞ്ഞ ആ ഒരു അക്കൗണ്ട് വേണ്ട, അതേപോലുള്ള ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ച് കൊടുക്കണം. അപ്പൊ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചാൽ മതി, പിന്നെ ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് ചെയ്യാം, അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 7 ദിവസം ട്രെയിനിങ് അവർ തരുന്നുണ്ട്. അത് ആ ട്രെയിനിങ്ങിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചേർന്നാൽ മതി. ഭയങ്കര സിമ്പിൾ കാര്യമാണ്. അപ്പൊ പിന്നെ അവരോട് അത് നോക്കാൻ പറഞ്ഞൂടെ? അതാകുമ്പോൾ അത്യാവശ്യം പൈസയും കിട്ടും, വീട്ടിൽ നിന്ന് എടുക്കും, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ വന്നിട്ട് അവരെ വാട്സപ്പ് നമ്പർ താഴെ നമ്പർ കൊടുക്കാം, അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ആ നമ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഏൺ വിത്ത് ഹർഷീന. ഓക്കെ, അപ്പൊ എല്ലാവരും പോയിട്ട് മെസ്സേജ് അയക്കട്ടെ. മെസ്സേജ് അയച്ചിട്ട് നിങ്ങളും ലക്ഷപ്രഭുക്കളും കോടിപതികളും ആവൂ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇവരൊക്കെ വന്നിരുന്നിട്ട് അങ്ങ് പ്രൊമോഷൻ ചെയ്യാനാണ്. അപ്പൊ കണ്ണി കണ്ട അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അക്കൗണ്ടിനകത്തേക്ക് ഈ അക്കൗണ്ടിനകത്തേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഈ അക്കൗണ്ടിനകത്തേക്ക് നിങ്ങൾ 1000 ഇട്ട് കഴിഞ്ഞാൽ 2000 ഇട്ട് തിരിച്ചു തരും. ചിലപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് പ്രാവശ്യമൊക്കെ നിങ്ങൾ വല്ല 100 രൂപ ഇട്ട് കൊടുക്കുമ്പോൾ 200 രൂപ ഇട്ടൊക്കെ തിരിച്ചു തരുമൊക്കെ. അതുപോലെ 1000 ഇട്ട് കൊടുക്കുമ്പോൾ 2000 ഇട്ടൊക്കെ തിരിച്ചു തരും. പക്ഷേ ഇത് അവർ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസ്യത കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഈ പണി ചെയ്യുന്നത്. അപ്പൊ ഇവര് ഈ ഒരു കാശ് നിങ്ങൾക്ക് തരുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും ഓ കൊള്ളാല പരിപാടി, എന്നാ പിന്നെ ഞാൻ ഒരു 50,000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 ലക്ഷം ഇട്ട് തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 50,000 കൊടുക്കും. കൊടുത്തത് മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ ഇതുങ്ങളുടെ പൊടി പോലും ഉണ്ടാവൂല. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതേപോലുള്ള ആൾക്കാർ ഒരു ഉളുപ്പും ഇല്ലാണ്ട് വന്നിരുന്നിട്ട് പ്രൊമോട്ട് ചെയ്യണം. ഇതേപോലുള്ള കുറെ ഇൻഫ്ലുവൻസർമാരും ഉണ്ട്. അപ്പൊ ബാക്കിയാണ് എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങി തരുമോ? ഇപ്പൊ എന്റെ അടുത്ത് അതിന്റെ ക്യാഷ് ഇല്ല, ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. മോളോ അനക്ക് ലാപ്ടോപ്പ് ഞാൻ വാങ്ങിത്തരാം. ഉമ്മാക്ക് എവിടുന്ന ക്യാഷ് അതിന്? നിങ്ങളിപ്പോ എന്തൊക്കെ എഴുതി ഞാൻ ഫോണിലും കളിച്ചിങ്ങനെ ഇരിക്കണെന്നോ? എന്നാ അങ്ങനെയല്ല കേട്ടോ, ഞാനേ വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. അപ്പൊ അതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടേ? ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, മാത്രല്ല ഇൻവെസ്റ്റ്മെന്റും വേണ്ട. നമ്മുടെ ഒഴിവ് സമയത്തിനനുസരിച്ച് 2-3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റും. ഒരു മൊബൈൽ ഫോണും പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും അറിഞ്ഞാൽ മതി. അപ്പൊ ഇതിനെങ്ങനെ വർക്ക് ചെയ്യണേ? ആദ്യത്തെ ഒരാഴ്ച ഒരു ഫ്രീ ട്രെയിനിങ് തരും. അതിനുശേഷം നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ജോലി ചെയ്താൽ മതി. ഹൗസ് വൈഫിന് മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻസിനും അതുപോലെ മറ്റു ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാത്രമല്ല ഞാൻ അക്കൗണ്ട്
ഓക്കെ, അപ്പൊ ആ ഒരു നമ്പറിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. അപ്പൊ ഇതേപോലെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്തിറക്കണം കുറെ എണ്ണമുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും പോലീസൊക്കെ ഇതിനകത്തൊരു കർശനമായിട്ടുള്ള ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് പലരുടെ അക്കൗണ്ട് അടിച്ചു പോയേക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോഴും ഇവരൊക്കെ ഈ ഒളിച്ചു കടത്തലൊക്കെ ഉണ്ട് ചിലരുടെയൊക്കെ. അപ്പൊ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കാശ് കിട്ടും. കാര്യം നല്ല രീതിക്ക് കാശ് കിട്ടും. ഇപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളൊക്കെ മേടിക്കുന്നവർ വരെ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കാശ് കിട്ടാനായിട്ട് എളുപ്പമുള്ള ഒരു മാർഗം തന്നെയാണിത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം വേറൊരാളുടെ കാശ് പോയിട്ട് അത് വെച്ചിട്ട് ജീവിക്കുന്നത് അതൊരു നല്ലൊരിതാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കേസാണ് ഇത്. പ്രൊമോഷൻ ചെയ്യാൻ പോണ ഇൻഫ്ലുവൻസർമാരോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. പിന്നെ ഒരിക്കലും ഈ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ജന്മത്തെ ഇതേപോലെയുള്ള പ്രമോഷൻ കണ്ട് നിങ്ങൾ ഒരു സാധനവും മേടിക്കാൻ പാടില്ല. കാര്യം പ്രമോഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാര്യം ആരാണ് ഇത് പ്രൊമോട്ട് ചെയ്യണത്? അവനോ അവളോ? അവർക്ക് പ്രൊമോഷൻ ചെയ്യുന്നതിന് കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ഈ പണി ചെയ്യുന്നത്. അല്ലാണ്ട് ആരും ഇവിടെ ഫ്രീ സർവീസ് ഒന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ കാണാനായിട്ട്. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് മേടിക്കാണ്ടിരിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കേസ്. കാര്യം കാശ് കളയാനൊക്കെ വേണ്ടതെന്ന് ഇല്ല, എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വെച്ച് നിർത്തണേണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പലർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ബിസ് യു.